രേഖപ്പെടുത്തണം ഭക്ഷണം കഴിച്ചിട്ട്. എന്റെ ചെറുപ്പക്കാരാ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, ഭക്ഷണത്തിനോട് ഒരു മര്യാദയുമില്ലാത്ത, ഒരു അദബുമില്ലാത്തവരില്ലേ, ആ നിങ്ങളോട് പറയുകയാണ്, നാളെ ഒരു സമയത്ത് ഒരു നുള്ളു ആഹാരത്തിന് വേണ്ടി പൊട്ടിക്കരയേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിങ്ങളെ എത്തിച്ചുകൂടാ എന്നില്ല. അതിന് ദാരിദ്ര്യം തന്നെ തരണമെന്നൊന്നുമില്ല, അതിന് ദാരിദ്ര്യം തന്നെ തരണമെന്നില്ല. സുഖമില്ലാതെ ഭക്ഷണം കഴിച്ചുകൂടാന്ന് ഡോക്ടർ പറഞ്ഞാലോ? ഇപ്പൊ മാണിയൂർ ഉസ്താദിനോട് ഭക്ഷണം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് കഴിക്കാത്ത. നമ്മളെ ഉസ്താദിന്റെ കുടുംബക്കാരനാണ് മൂത്താപ്പ. ഞാൻ മാണിയൂർ ഉസ്താദിനോട് വലിയ ബന്ധമാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ സംസാരിക്കും, കുറേ സമയം സംസാരിക്കും. കണ്ണൂരൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഉസ്താദിന്റെ മക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ ഉസ്താദിനോടൊന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ ഞാൻ ചിലപ്പോൾ കരുതിയത് ഈ